ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. നല്ല ബേക്കറി സ്റ്റൈലിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു അളവിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇച്ചിരി കട്ടിയുള്ള അളവിലുള്ള ഒരു വട്ടയപ്പമാണെങ്കിൽ ഒരു വട്ടയപ്പം ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് ഈ ഒരു മാവ് തികയുക. അതെല്ലാം ഞാൻ ഇച്ചിരി കട്ടി കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് 2 വട്ടയപ്പത്തിന് നമുക്ക് തികയും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റി കഴുകിയെടുക്കാം. ശേഷം നമുക്ക് നിറയെ വെള്ളം ഒഴിച്ച് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഈ പച്ചരി നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണേ. ഒരു 3 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി ഇതുപോലെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരി ഒരുമിച്ച് തന്നെ ഇട്ട് അരച്ചെടുക്കാം. 1 കപ്പ് അരിയല്ലേ ഉള്ളൂ. അപ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിതിൽ ചോറോ അവലൊന്നും ചേർക്കുന്നില്ല. കപ്പി കാച്ചിയിട്ടാണ് നമ്മൾ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മൾ ചോറ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവലിട്ടിട്ടൊക്കെ ചെയ്യുന്ന വട്ടയപ്പത്തിനേക്കാളും എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇതുപോലെ കപ്പി കാച്ചിയിട്ട് വട്ടയപ്പം ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ അരച്ച മാവിൽ നിന്നൊരു 3 ടേബിൾ സ്പൂണോളം മാവ് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഒരു 1/4 മുതൽ 1/2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കുറേയൊന്നും ഒഴിക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കൂട്ടിയിട്ട് മൊത്തം ഒന്ന് ചൂടാകുന്നത് വരെ തീ കൂട്ടിയിടാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാം. 1 മിനിറ്റ് പോലും നമുക്കിതിന് സമയം വേണ്ടി വരില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. നിങ്ങൾ വട്ടയപ്പമാണെങ്കിലും പാലപ്പം ആണെങ്കിലും എപ്പോഴും ഇതുപോലെ കപ്പി കാച്ചിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഒരു കപ്പി കാച്ചിയത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫാൻ്റെ അടിയിലോട്ടൊന്ന് മാറ്റിയാൽ മതി. ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ അരച്ച അതേ ജാറ് തന്നെ, കഴുകണമെന്നൊന്നുമില്ല, അതേ ജാറ് തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ കപ്പി കാച്ചത് മുഴുവനോടെ തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണേ. ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, വല്ലാതെ ആയി പോകരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരമാണ്. ഒരു 3/4 കപ്പ് നാളികേരം ചെറുകിത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരം നമുക്കൊരു 1/2 മുതൽ 3/4 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് പഞ്ചസാര ഒരു 1/2 കപ്പിന് കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മധുരം തന്നെ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഉപയോഗിക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് 3 ഏലക്കായുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ആ കുരു മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീഡിയോ മിസ്സായതാണ്, നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തത് നമുക്ക് മാവ് പെട്ടെന്ന് പൊങ്ങി വന്ന് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു 5-6 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി കുറച്ച് വെള്ളം അതിൽ വരും. അരയ്ക്കുന്നതിനിടയിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 കപ്പൊക്കെ വെള്ളം മതിയാവും കേട്ടോ. അപ്പം നമ്മൾ അരയ്ക്കുന്നതിനിടയിൽ മാത്രം നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത ഈ ഒരു മാവിനെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരിയുടെ ആ കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചിട്ടുള്ളത് കേട്ടോ. വെള്ളം കൂടിപ്പോവാണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മാവ് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ വട്ടയപ്പൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ളിൽ കുറേ എയർ ബബിൾസ് ഉണ്ടാവില്ലേ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് ആ ഒരു എയർ ബബിൾസൊക്കെ രൂപപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒരു 3-4 മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പതപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1 മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തന്നെ അത് വീർത്ത് കിട്ടും. നിങ്ങൾ ഈസ്റ്റ് കുറവാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ അതനുസരിച്ചിട്ട് സമയം കൂടുതലെടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ സമയത്തിലുണ്ടാവാം.
അപ്പോൾ ഇതാ ഞാനിവിടെ മാവ് വെച്ചിട്ട് കറക്റ്റ് 2 മണിക്കൂറായിട്ടുണ്ട്. മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ ഈ ഒരു മാവ് വല്ലാതെ കുത്തി ഇളക്കരുത്, പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഈ ഒരു തട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ കിണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യൊക്കെ തടവി, നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല, നെയ്യ് തടവി ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ തട്ട് നന്നായിട്ട് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടായ ശേഷം മാത്രം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇച്ചിരി കട്ടി കൂടിയുള്ള വട്ടയപ്പമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മാവ് മുഴുവനായിട്ട് ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല ഒരു വട്ടയപ്പം കിട്ടും. ഇപ്പോൾ ഞാനിത് അധികം കനമില്ലാണ്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ 2 വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ മാവ് കൂടുതൽ ഒഴിക്കുമ്പോൾ കുറച്ചധികം സമയം നമുക്കതിന് അത് വെന്ത് കിട്ടാനായിട്ട് വരും കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാനൊരു 3-4 തവി മാവാണ് ഒഴിച്ചിട്ടുള്ളത്. ഒന്ന് പരത്തി കൊടുത്തിട്ട് അടച്ചു വയ്ക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടും. നമ്മൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഈ ഒരു മൂടി ഒന്ന് തുറന്ന് അതിലെ വെള്ളം ഒന്ന് തുടച്ച് കളയാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ആവി വെള്ളം അതിലുള്ളിലോട്ട് വീഴും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളം ഒന്ന് തുടച്ച് കളയണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റിയിട്ട് അടുത്ത പ്ലേറ്റ് വെച്ച് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഒന്ന് തുടച്ചു കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ആവി വെള്ളം ഇതിലോട്ട് വീഴും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വട്ടയപ്പം ഇവിടെ പുറത്തെടുത്ത് 2 വട്ടയപ്പം ആയിട്ടുണ്ട്. ഞാനിവിടെ പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് തണുത്ത ശേഷം ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ആണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്